വിവാദങ്ങൾക്കിടെ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയ്ക്കെതിരെ CPM-ൽ കരുനീക്കങ്ങൾ ശക്തം. ജനുവരി 20-ന് ചെയർമാൻ കാലാവധി അവസാനിക്കുന്ന ചന്ദ്രൻപിള്ളയ്ക്ക് പദവി നീട്ടി നൽകില്ല. CITU നേതാവ് കൂടിയായിരുന്ന കെ ചന്ദ്രൻപിള്ളയ്ക്കെതിരെ കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് GCDA-യിലെ CITU യൂണിയൻ രംഗത്ത് വന്നിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, 2022 ജനുവരി 20-നാണ് 3 വർഷത്തെ കാലാവധി കെ ചന്ദ്രൻപിള്ളയുടെ അവസാനിക്കുന്നത്. ഈ സാധാരണ നിലയിൽ പാർട്ടിക്ക് അവരുടെ ഒരു തീരുമാനപ്രകാരമാണ് എങ്കിൽ GCDA ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ചന്ദ്രൻപിള്ളയെ അനുവദിക്കാൻ കഴിയും. സാധാരണ നിലയ്ക്ക് പുതിയ ആളുകൾ വരുന്നതാണ് GCDAയുടെ ഒരു കീഴ്വഴക്കമെങ്കിൽ കൂടി. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ചന്ദ്രൻപിള്ളയ്ക്കെതിരെ വലിയ ഒരു നീക്കങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ CPM-ന് അകത്ത് തന്നെ നടക്കുന്നു. മാത്രമല്ല CITU നേതാവായിരുന്നു, CITUവിന്റെ ഏറ്റവും പ്രബലനായ നേതാവായിട്ടുള്ള ജില്ലയിൽ നിന്നുള്ള നേതാവായ കെ ചന്ദ്രൻപിള്ളയ്ക്കെതിരായ നീക്കങ്ങൾ ഏറ്റവും അധികം നടത്തുന്നത് CITU-വിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിന് അപകടം സംഭവിക്കാൻ ഇടയാക്കിയ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട അനുമതി വിഷയത്തിലുമെല്ലാം തന്നെ ചന്ദ്രൻപിള്ളയെ വലിയ തോതിൽ പ്രതിക്കൂട്ടിലായിരുന്നു. അത് ചന്ദ്രൻപിള്ളയുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത് ആദ്യം കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറാണ്. മറ്റ് തങ്ങൾക്ക് നേരെയുള്ള കൊച്ചി കോർപ്പറേഷൻ നേരെയുള്ള കാര്യങ്ങളെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അത് GCDA ചെയർമാന്റെ തീരുമാനമായിരുന്നു, GCDAയുടെ മാത്രം തീരുമാനമാണ്, താൻ പങ്കെടുക്കാത്ത യോഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇക്കാര്യത്തിൽ ചന്ദ്രൻപിള്ളയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറാണ്. അതിന്റെ തുടർച്ചയായി തന്നെ ഈ വിഷയത്തിൽ ചെയർമാനെതിരെയും GCDAയുടെ തലപ്പത്തുള്ള നീക്കങ്ങൾക്കെതിരെയും അവിടെ CITU നേതൃത്വത്തിൽ സമരം നടക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇനി ചന്ദ്രൻപിള്ളയ്ക്ക് ഒരു അവസരം കൂടി നൽകേണ്ടതില്ല എന്നും തുടർച്ചയായി വിവാദങ്ങളിൽ GCDA വലിച്ചിഴക്കുകയാണ് എന്നുമുള്ള ചില ചർച്ചകൾ പാർട്ടിക്കകത്ത് തന്നെ CPM ജില്ലാ നേതൃത്വത്തിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചന്ദ്രൻപിള്ളയുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം ജില്ലാ നേതൃത്വത്തിൽ യാതൊരു ഇക്കാര്യത്തിൽ നിയന്ത്രണങ്ങളില്ല. സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുന്ന ഒരാൾ GCDA ചെയർമാന്റെ പദവിയിലേക്ക് പുതുതായി എത്തും. നിരവധി ആളുകൾ എറണാകുളം ജില്ലയിൽ നിന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം GCDA ചെയർമാൻ സ്ഥാനത്തിന് കണ്ണുവെച്ചിട്ടുണ്ട് എങ്കിൽ കൂടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുന്ന ആൾക്കായിരിക്കും ഏറ്റവും പരിഗണന, ആൾ തന്നെയായിരിക്കും GCDA ചെയർമാനായി വരിക. എന്നാൽ ഇവിടെ സ്വന്തം നിലക്ക് ചില തീരുമാനങ്ങൾ ചന്ദ്രൻപിള്ള എടുത്തു എന്ന ആരോപണമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് അനുമതി നൽകരുത് എന്ന് പല ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് ISL മത്സരങ്ങൾ അടക്കം നടക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മൈതാനം വിട്ടുകൊടുക്കരുത് എന്ന കാര്യം ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയെങ്കിൽ കൂടി തന്റെ പ്രത്യേക താല്പര്യം എന്ന നിലയ്ക്ക് അതിന് അനുമതി നൽകാനുള്ള നിർദ്ദേശം കെ ചന്ദ്രൻപിള്ള നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് ആ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നതും ഏറ്റവും ഒടുവിൽ അത് വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ചയിലേക്കും MLAക്ക് അപകടം പറ്റുന്ന നിലയിലേക്കും എല്ലാം അത് മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം 4 ഭാഗത്തു നിന്നുമുള്ള ശക്തമായ ഒരു എതിർപ്പുകൾ ഉയരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരുപോലെ ചന്ദ്രൻപിള്ള എതിർപ്പുകൾ നേരിടുന്നു. അവിടെ പാർട്ടിയിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. GCDA എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ എതിരഭിപ്രായങ്ങളെ മറികടന്ന് സ്റ്റേഡിയം വിട്ടു നൽകിയ ചെയർമാന്റെ തീരുമാനം അതാണ് ഏറ്റവും കുരുക്കായത്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം നയിച്ചത്. ഉദ്യോഗസ്ഥരെ ചെയർമാൻ കേട്ടിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ഒരു സുരക്ഷാ വീഴ്ചയോ അപകടമോ നടക്കില്ലായിരുന്നു, സ്റ്റേഡിയം താറുമാറാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ചന്ദ്രൻപിള്ളയ്ക്ക് പകരം 20-ാം തീയതിക്ക് ശേഷം പുതിയ ഒരു GCDA ചെയർമാൻ വരും. അതോടൊപ്പം തന്നെ ചന്ദ്രൻപിള്ള പാർട്ടിയിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി കൂടി സംജാതമാവുകയും ചെയ്തിരിക്കുകയാണ്. രോഹിണി, ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.